ഒന്ന്, ഒരു മനുഷ്യൻ ആരുമാകട്ടെ, അയാൾ ഇസ്തിഖാമത്തിലായിക്കൊണ്ട് മരിക്കുമ്പോൾ അതുവരെയും അള്ളാഹുവിനെ ആരാധിച്ച് ബിദ്അത്തുകൾ ചെയ്യാതെ ശിർക്കിനെ അനുകൂലിക്കാതെ അള്ളാഹുവിൻ്റെ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് അങ്ങനെ മരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഏത് രോഗം വന്നാലും ഏത് ആശുപത്രിയിലാണെങ്കിലും ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഉറച്ചു ജീവിച്ച ആളുകൾ, അവരുടെ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങും. നമ്മൾ കാണൂല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ പറയും വലാ തഖാഫു, പേടിക്കണ്ട, വലാ തഹ്സനു, ദുഃഖിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, പടച്ചോൻ തരാമെന്ന് പറഞ്ഞ വാഗ്ദാന ഭൂമി സ്വർഗം നിനക്ക് തരുന്നതാണെന്ന സന്തോഷ വാർത്തയോടെ നല്ല ഇസ്തിഖാമത്തിൽ നിലകൊണ്ട് ഉറച്ചു ജീവിക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെ മരിക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല മരണമാണ്. 2, ഒരു മനുഷ്യൻ മരണത്തിൻ്റെ സന്ദർഭത്തിൽ അവസാനമായി കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ എങ്ങനെ, അതുവരെയും അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചും ആചരിച്ചും അനുഷ്ഠിച്ചും ജീവിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കെ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എൻ്റെ അർത്ഥം എന്താ? അവന് നല്ലൊരു മരണമാണ്, അത് നല്ല അടയാളമാണ്. അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. 3-മത്തേത് മൗത്തുൽ മുഅ്മിനി ബിഅറഖിൽ ജബീൻ. ഒരാൾ മരിക്കാൻ സമയത്ത്, ഒരു സത്യവിശ്വാസിയുടെ മരണത്തിൻ്റെ ഘട്ടത്തിൽ അവൻ്റെ നെറ്റിത്തടത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് ആ സമയത്തുള്ള ചൂടിൻ്റെ വിയർപ്പാവില്ല. ചില മരണങ്ങളിൽ എത്ര തണുത്ത കാലാവസ്ഥയിലും ചില മയ്യത്തുകളുടെ നെറ്റിത്തടത്തിലൂടെ ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ റൂഹ് പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദത്താലും മരണത്തിൻ്റെ സാഹചര്യത്താലും അതിനേക്കാൾ ഉപരി ഒരു നല്ല മുഅ്മിനിൻ്റെ മരണത്തിൻ്റെ അടയാളമാണ് മൗത്തുൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ മരണം ബിഅറഖിൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികളുമായിട്ടായിരിക്കും. അപ്പം അത്തരം അധ്വാനം ഉണ്ടായിരിക്കണം. അവസാന നിമിഷത്തിലും ഇസ്ലാമിന് വേണ്ടി, തൻ്റെ പരലോകത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയായിരിക്കണം നമുക്ക് മരിക്കണമെന്ന ചിന്ത കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വേണം. 4-മത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പല പ്രത്യേകതകൾ നമ്മൾ ഹദീസിൽ വായിച്ചതാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിച്ചു വെള്ളിയാഴ്ച. എന്നാൽ ഈ ഹദീസുകൾക്ക് മാമിൻ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിം യമൂത്തു, അയാൾ മരിക്കുന്നു, യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച പകൽ സമയത്ത്, ഔ ലൈലത്തുൽ ജുമുഅത്തി, അല്ലെങ്കിൽ വെള്ളിയാഴ്ചൻ്റെ രാത്രി സമയത്ത്, ഇല്ലാ വഖഅല്ലാഹു ഫിത്നത്തുൽ ഖബരി, ആ മനുഷ്യനെ ഖബറിൻ്റെ അദാബുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. നല്ല മരണം. ഒരാൾ നിസ്കരിക്കില്ല, നോമ്പില്ല, പള്ളി കണ്ടിട്ടില്ല, വെള്ളിയാഴ്ച 12 മണിക്ക് മരിച്ച്, നല്ല മരണം എന്ന് പറയരുത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞു. ഈമാനോടെ സൽക്കർമ്മത്താൽ അനുഷ്ഠിച്ച് നല്ല ജീവിതം കാഴ്ചവെച്ച് ഈ പറഞ്ഞ സമയങ്ങളിൽ മരിക്കാൻ കൂടെ കഴിഞ്ഞാൽ വിശ്വാസവും കർമ്മവും സ്വീകാര്യമാകുന്ന ഇബാദത്തുകളുമോടെ മരണപ്പെടുകയാണെങ്കിൽ അതൊരു നല്ല മരണമായി നമുക്ക് അടയാളമായി കാണാം. സഹോദരങ്ങളെ, അവർക്ക് ഖബറിൻ്റെ അദാബ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഖബറിൽ നിന്നുള്ള ഫിത്നയ്ക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ലഭിക്കുന്ന സ്വീകാര്യതയുടെ അടയാളമാണ്. 5-മത്തേത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫീ സബീലില്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഷഹീദായി മരിക്കുന്ന ആളുകൾ നല്ല മരണമാണ്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടവരാണ്, വധിക്കപ്പെട്ടവരാണെന്ന് നീ വിചാരിക്കണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, സമ്പൂർണ്ണ ദുനിയാവിൽ അവരില്ല, പക്ഷെ അള്ളാഹുവിൻ്റെ റിസ്ക് അവർക്ക് കിട്ടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണം അവർക്കുണ്ട് എന്ന് കരുതി ശുഹദാക്കന്മാരോടൊക്കെ പ്രാർത്ഥിക്കാമെന്നും എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കാമെന്നും അവർക്ക് ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്നല്ലതിൻ്റെ അർത്ഥമെന്നും അത് അള്ളാഹുവിൻ്റെ ബർസഖിൻ്റെ മറ്റൊരു ലോകത്തെ ജീവിതമാണ് എന്നും ഉലമാക്കന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ് മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ട മനുഷ്യരൊക്കെ ഷഹീദാണോ? അതെ, അവർ ഷഹീദുകളാണ്. പക്ഷേ ഒരു കാര്യം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രമുഖനായ നേതാവ് മരണപ്പെട്ടാൽ
അയാൾ ഷഹീദാണ് എന്ന് വിലയിരുത്തുകയും എന്നിട്ട് അത് DP ആക്കി, പ്രൊഫൈലാക്കി, സ്റ്റാറ്റസ് ആക്കിയിട്ട് നമ്മളങ്ങോട്ട് ഷഹീദായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഇതിനെന്താ ഇസ്ലാമിൽ റൂളൊന്നുമില്ലേ? ഒരു മനുഷ്യനെ ഷഹീദ് എന്ന സ്ഥാനം പറയുന്നത് അയാൾ തൗഹീദിലായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവനാകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന് വേണ്ടിയുള്ള ആ ദീനിന്റെ മാർഗത്തിലുള്ള മരണമാകണം. ദുനിയാവിന് വേണ്ടി പകപോക്കി മരണപ്പെട്ടാൽ മരിച്ചതൊരു മുസ്ലിമായി, കൊന്നതൊരു അമുസ്ലിമായി എന്നതുകൊണ്ട് ഷഹീദാവില്ല. മരണപ്പെട്ടത് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ്, പക്ഷെ മരിച്ചതൊരു മുസ്ലിമാണ് എന്ന് വിചാരിച്ച് ഷഹീദിന്റെ പോസ്റ്റ് ഒട്ടിക്കരുത്. ഇത് ഹദീസിൽ വിശദീകരിക്കുക. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, വഴികേടിലായി ജീവിച്ച് നശിക്കുന്ന ആളുകൾ ആ രൂപത്തിൽ ശത്രുക്കളുമായി ഇനി വല്ല യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ തന്നെയും വഴികേടിൽ ജീവിച്ചവരാണോ അവർക്ക് ഷഹീദ് എന്ന സ്ഥാനം നൽകുന്നത് അബദ്ധമാണ് എന്ന് പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ ശത്രുക്കളായ സയണിസ്റ്റുകളുമായി പോരാടുന്നതിൽ നായക സ്ഥാനത്ത് നിൽക്കുന്ന ഷിയാകളിലെ റാഫിദിയാക്കളും ശിർക്കിൻ്റെയും കുഫറിൻ്റെയും വക്താക്കളായ പലരുമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹുവിനെ ഇലാഹായി കാണുന്നവരുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ കാഫിറുകളാണെന്ന് വാദിക്കുന്നവരുണ്ട്. വളരെ മോശപ്പെട്ട തീവ്രവാദികളായ റാഫിദികളായ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഇത്തരം സയനിസ്റ്റ് അക്രമങ്ങളിൽ വധിക്കപ്പെട്ടാൽ പോലും നമ്മുടെ നാട്ടിൽ അയാൾ ഷഹീദാണ്. ഈ സ്ഥാനം അത് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വേർതിരിവ് പറയല്ല, അത് ശ്രദ്ധിക്കണം. അങ്ങനെ അവർക്ക് ഷഹീദ് എന്ന മുദ്ര കുത്താൻ നമുക്ക് കഴിയില്ല. അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിലല്ലാതെ മരിച്ചാലും ചിലപ്പോൾ ഷഹീദിൻ്റെ സ്ഥാനം ലഭിക്കും. അതെവിടെയാണ്? അതും ഹദീസിൽ വന്നതാണ്. വൽമത്ഊനു ഷഹീദ്. പകർച്ചവ്യാധി ഉണ്ടായി. ആ പകർച്ചവ്യാധിയിൽ ഒരുപാട് നല്ലവരായ മുസ്ലിങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഷഹീദ്. നമ്മൾ വേറെ പോസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവർ ഷഹീദുകളാണ്. വൽമബ്തൂനു ഷഹീദുൻ. ഉദര സംബന്ധമായ വയറിന് അസുഖം ബാധിച്ച്, രോഗം ബാധിച്ച് പ്രിയപ്പെട്ടവരായ മുസ്ലിമീങ്ങളിൽ അല്ലാഹുവിൽ വിശ്വാസമുള്ളവർ മരണപ്പെട്ടാൽ അവർ ഷഹീദിന്റെ ദറജയുണ്ട്. വൽമർഅതു തമൂതു ബിജുംഇൻ ഷഹീദ്. പ്രസവ സംബന്ധമായ കാരണങ്ങളാൽ തൻ്റെ കുഞ്ഞിനു വേണ്ടിയുള്ള ആ അവസ്ഥയിൽ മരണപ്പെടുന്ന ഒരു ഉമ്മാക്ക്, ഒരു പെണ്ണിന് ഷഹീദിന്റെ സ്ഥാനമുണ്ട്. ഹദീസുകളിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന് ഹരീഖ് ബാധിച്ചാൽ, തീപ്പൊള്ളലേറ്റ് മരിച്ചാൽ. ഇതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം പരിശോധിക്കണം. ഈമാനും ഇസ്ലാമും കൃത്യതയുള്ള വ്യക്തികൾക്കാണ് ഇതിൻ്റെ സ്ഥാനം. മുങ്ങി മഹറൂഖായി എവിടെയെങ്കിലും വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ ഷഹീദിന്റെ ദറജയിലാണ്. ഏതെങ്കിലും കെട്ടിടങ്ങൾ തകർക്കപ്പെട്ട് അതിൻ്റെ താഴെ കുടുങ്ങപ്പെട്ടവനാണ്, മരണപ്പെട്ടവനാണോ, ഷഹീദാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലായുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ അവൻ ഷഹീദാണ്. സ്വന്തം ശരീരത്തിനോ കുടുംബത്തിനോ വേണ്ടി കൊല്ലപ്പെട്ടാൽ മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സമ്പത്ത് നോക്കാൻ വേണ്ടി, സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി പോരാടേണ്ടി വന്നു, അവന് ഷഹീദാണ്. തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ പോരാടി മരിക്കേണ്ടി വന്നാൽ ഫഹുവ ഷഹീദ്. ഇതൊക്കെ ഹദീസിൽ വന്ന പ്രയോഗങ്ങളാണ്. അതിന് നമുക്ക് ധൈര്യസമേതം പറയാൻ സാധിക്കും. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയാണ്, ഒരാളുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമ്പത്ത് ആരെങ്കിലും കവർന്നെടുക്കാൻ വന്നാൽ, അങ്ങനെ ഒരു പോരാട്ടം നടന്നാൽ എന്തു ചെയ്യും? ഒരാൾ വന്ന് നബിനോട് ചോദിച്ചു, നബിയേ, എൻ്റെ സമ്പത്ത് ഒരാൾ പിടിച്ചു വാങ്ങാൻ, എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഫലാ തുഅ്തിഹി മാലക്. അങ്ങനെ തട്ടിപ്പറിക്കാൻ വന്ന കവർച്ചാ സംഘത്തിന് നിന്റെ പണം കൊടുക്കരുത്. അറഅയ്ത ഇൻ ഖാതലനി. നബിയേ, അവൻ എന്നോട് യുദ്ധം ചെയ്താലോ? ഖാതിൽഹു. നീ അവനോട് യുദ്ധം ചെയ്യണം, അവനോട് നീ പൊരുതി നേടണം. നബിനോട് ചോദിച്ച, അറഅയ്ത ഇൻ ഖതലനി. നബിയേ, അവൻ എന്നെ കൊന്നാലോ? മോഷ്ടാവ്, പിടിച്ചു പറിക്കാൻ വന്ന ആള്, അയാളുമായി സംഘട്ടനത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിലോ? ഫഅൻത ഷഹീദുൻ. നീ ഷഹീദാണ്, നീ ഷഹീദാണ്. നീ അധ്വാനിച്ച നിന്റെ സമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെ മാർഗത്തിലാണ്. മോഷണ സ്വത്തിൻ്റെ പേരിലല്ല, ഏതോ സ്വർണം തട്ടിക്കൊടുന്ന കേസിലല്ല, വേണ്ടാത്തരത്തിൻ്റെ കേസിലല്ല, സ്വന്തം അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നബിയേ, അറഅയ്ത ഇൻ ഖതൽതുഹു. ആ പോരടിക്കുന്നതിനിടയിൽ അവൻ മരിച്ചാലോ? ഫഹുവ ഫിന്നാർ. അവൻ നരകത്തിലാണ്. അവൻ അന്യായമാണ്, അവൻ ചെയ്യുന്നത് അന്യായമാണ്, അതിനൊരു തെളിവുമില്ല. മറ്റു ചില വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. മുഖത്ത് തൊലിയക്കിൻ വജിഹമായ ഒരാൾ മരിക്കുന്നുവെങ്കിൽ അതൊരു നല്ല അടയാളമാണ്.
നല്ല മുഖപ്രസന്നമായി ചില മയ്യത്തുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ ചിരിക്കാണോ എന്ന് തോന്നിപ്പോകുന്ന ചില മരണങ്ങളുണ്ട്. എത്രയോ രംഗങ്ങൾ നമ്മൾ കാണും. അതൊരു നല്ല അടയാളമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഞാൻ അടിവരയിട്ട് പറയാണ്, നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, സൽക്കർമ്മങ്ങളിലായി മരിക്കുന്നവൻ നല്ല മരണത്തിലാണ്. ദീനിന്റെ രംഗത്ത്, ഇസ്ലാമിക രംഗത്ത്, ഒരു ഇബാദത്തിന്റെ രംഗത്ത്, ഒരു സുന്നത്തെടുക്കുന്ന രംഗത്ത്, ഒരു ദഅവത്തിന്റെ രംഗത്ത്, ഒരു അറിവ് പഠിക്കുന്ന രംഗത്ത്, ഒരു പള്ളി സംരക്ഷണത്തിന്റെ പേരിൽ അങ്ങനെ പോണതിന്റെ ഇടയിൽ ഒന്ന് മരിക്കാൻ കഴിഞ്ഞാൽ അവൻ മുഅ്മിനിന്റെ നല്ലൊരു മരണമാണ്. ഇദാ റാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു, ഒരു അടിമക്ക് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ കൊണ്ട് അല്ലാഹു നന്നായി പണിയെടുപ്പിക്കും. മറ്റോ മടിയനാവും, അവൻ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അവൻ അവൻ്റെ കാര്യത്തിൽ ഒരുങ്ങിക്കൊടും. അള്ളാഹു ഖൈർ തരാൻ ഉദ്ദേശിച്ചാൽ അവനിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. സഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലു, എങ്ങനെ പണിയെടുപ്പിക്കും? ഖാല, നബിതങ്ങൾ പറഞ്ഞു, യുവഫിഖിഹി ലിഅമലിൻ സാലിഹിൻ ഖബല മൗതിഹി, മരിക്കുന്നതിൻ്റെ മുമ്പ് കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കും. അതാണ് സുന്നത്ത് നോമ്പിലായിരിക്കെ വഴിയിൽ മരണപ്പെട്ടു. സുജൂദിൽ കടന്ന്, നിസ്കാരത്തിന്റെ സുജൂദിൽ കടന്ന് പെട്ടെന്നൊരു ശബ്ദം, ആ കിടന്ന കിടപ്പിൽ മരിച്ചു. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിനിടയിൽ സ്കൂട്ടർ ഇടിച്ചു മരിച്ചു. നമ്മളൊക്കെ കേട്ട വാർത്തകളാണ്. ജുമുഅ കഴിഞ്ഞ് മടങ്ങവേ വാഹനത്തിൽ ആക്സിഡന്റ് പറ്റി. തറാവീഹ് നമസ്കാരത്തിനിടക്ക് കുഴഞ്ഞു വീണു. ഇബാദത്തുകളിലായി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ വെച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അതൊരു തൗഫീഖായി രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, അവസാനം കാണാം, ജനങ്ങൾ, നമ്മളൊക്കെ ഒരാളും മരിച്ചാൽ ജനങ്ങൾ അയാളെക്കുറിച്ച് സ്വാഭാവികമായി നല്ലത് പറയുന്നുവെങ്കിൽ, ആരും പൈസ കൊടുത്ത് പറയിപ്പിച്ചൊന്നല്ല, ജനങ്ങൾ പൊതുവെ അദ്ദേഹത്തിന്റെ നന്മകളിലെടുത്ത് പറയാനുണ്ടെങ്കിൽ വജബത്ത്, അവന് നിർബന്ധമായി, അഥവാ വജബത്തിൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ്. ഒരാൾ മരിച്ചപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ സംസാരിക്കുമ്പോൾ അയാളുടെ ശർറാണ് പറയുന്നതെങ്കിൽ വജബത്ത്, അവന് നിർബന്ധമാണ്. വജബത്തിന്നാർ, നരകം നിർബന്ധമാണ്. ശരിക്കും ഇന്നിരുന്ന് ചിന്തിക്കുക, ഇന്ന് ഈ സമയത്ത് ചിന്തിക്കുക, ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ വിട പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഈ അങ്ങാടിയിൽ നടക്കുന്ന സംസാരം നമ്മുടെ സ്വർഗം നരകം തീരുമാനിക്കുന്നതിൽ പങ്കുണ്ട്. അയാളൊരു സിഗരറ്റ് വലിക്കാരനാണ്, അയാളൊരു സ്വവർഗരതിക്കാരനാണ്, അയാളൊരു പെണ്ണുപിടിയനാണ്, അയാൾ കച്ചവടത്തിൽ മഹാ തട്ടിപ്പുകാരനായ, അയാൾ ഇസ്ലാമിന്റെ സുന്നത്തുകളെ പരിഹസിക്കുന്നവനാണ്, അയാൾ ഇസ്ലാമിന്റെ ദീനിനോട് പ്രതിബദ്ധമില്ലാത്ത. നാട്ടിൽ നമ്മളെക്കുറിച്ച് അങ്ങനെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു അഭിപ്രായമാണ്, അതൊരു ചില്ലറ വാക്കല്ല. തിരിച്ച് നമ്മളെക്കുറിച്ച് പറയാൻ ജനങ്ങളിൽ നന്മയുണ്ടെങ്കിൽ അവന് സ്വാഭാവികമായി അള്ളാഹുവിൻ്റെ സ്വർഗം നിർബന്ധമാകും. നേരെ മറിച്ചൊരു സംഭവം നമുക്കാണ്. നമ്മുടെ നാട്ടിൽ മരിക്കുവോളം പകപോക്കി സംസാരിക്കും. അയാൾ മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അയാളെ പ്രശംസിക്കും. കാപട്യമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അപമാനിക്കുകയും മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നത് നിന്റെ മനസ്സിൻ്റെ കാപട്യമാണ് എന്ന് തിരിച്ചറിയുക.